ഹലോ ഗൈസ്, വെൽക്കം ടു GA2 എക്സ്പ്ലോർ. GA2 എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം നാഗപടത്തെ പുഷ്പോത്സവം കാണാനാണ്, അതായത് പുഷ്പമേള കാണാൻ. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കൊണ്ടായാലും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രി റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ് ഒരാൾക്ക്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഫോട്ടോ സെക്ഷൻസാണ്. അതായത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഐഡിയാസിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് അങ്ങനെയൊക്കെയുള്ള ഐഡിയാസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് ഇരിക്കുമ്പോൾ നമ്മളൊരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടത്തിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഫീലിങ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് പല ഷേപ്പിൽ, സൈക്കിളിൻ്റെ ഷേപ്പിൽ, ലവ് ഷേപ്പിൽ, അങ്ങനെ പല ഷേപ്പിലാണ് ഇവർ ഫ്ലവേഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. 70 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ വർത്താണ്. നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല ഷേപ്പിലൊക്കെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് പെറ്റൂണിയ, ബോൾസംസ്, അങ്ങനെയുള്ള, അതായത് നമ്മുടെ പണ്ടത്തെ ബോൾസം ചെടിയില്ലേ, നമ്മൾ തണ്ട് പെട്ടെന്ന് ഒടിയുന്ന കണക്കത്തെ, അതേപോലത്തെ സ്പ്ലോറിയസ് ബോൾസം എന്നൊക്കെ പറയുന്ന പല വെറൈറ്റീസിലുള്ള ഫ്ലവേഴ്സ്, ജമന്തി, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഹൈബ്രിഡ് ക്വാളിറ്റീസാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ഇലച്ചെടികൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിറത്തിലും സൈസിലും ഒക്കെയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് കണ്ടില്ലേ. പല ഷേപ്പിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ നമുക്കിതൊക്കെ വാങ്ങിക്കാനും പറ്റും. പുറത്താണ് സെയിലൊക്കെ നടക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ലൈറ്റ് സെക്ഷൻ പോലെ ഫുള്ള് കോട്ടൺ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കൂടെയൊക്കെ നടന്ന് നമുക്ക് സ്റ്റോളിലേക്കൊക്കെ പോകാനുള്ളൊരു വഴി. അത് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് സ്റ്റോളാണ്. അവിടെ ആ കട്ടിൽ കിടക്കുന്നത് അപ്പോൾ ഭംഗി തോന്നി ഒന്ന് കയറി നോക്കിയതാണ്. പിന്നെ അങ്ങോട്ടും പോകുമ്പോൾ 100 രൂപ, 150 രൂപ, എന്തെടുത്താലും 100 രൂപ, അങ്ങനെയൊക്കെയുള്ള കുറേ ഹാങ്ങിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ പലതരം മിഠായികൾ, പഴയ തരത്തിലുള്ള മിഠായികൾ, അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ സ്മാർട്ട് ഗെയിംസ്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ളത്. നമുക്ക് 99 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ. ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം, കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരു ഇതായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റോളെന്ന് പറയുന്നത് നമ്മൾ അതായത് പൂക്കളും അതൊക്കെ, അതിനകത്ത് ആ ലില്ലി കണ്ടോ, ലില്ലിയാണോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അതൊക്കെ കളർ ചെയ്ത് വെച്ചേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജമന്തി, പിന്നെ വെജിറ്റബിൾസ് ആയിട്ടുള്ള പല ഐറ്റംസ്, അതായത് തക്കാളി, വഴുതനങ്ങ, പിന്നെ മുളക്, പച്ചമുളക്, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെയും വിത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്പേസാണ്, അതായത് സ്വിമ്മിങ് പൂൾ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു ഐറ്റംസൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വിൽക്കാൻ സെയിലിന് വേണ്ടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണണം. ശരിക്കും ഒരു എൻജോയ്മെൻ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.